വേഗം വേഗേ ഓരോന്ന് ചെയ്തിട്ടില്ലെങ്കിലേ മഴ തുള്ളിക്കൊരു കൂടം പറഞ്ഞിട്ട് വീഴും. കുഞ്ഞു കിച്ചു ഈ പറങ്കി അണ്ടി എടുത്താ ഇതാണ്ടോ അണ്ടിപ്പൊട്ടി ഓരോന്നുള്ളത് പെറുക്കിക്കാണി. ഇനി അടുത്ത കൊല്ലം നമുക്ക് ഈ മരം ഉണ്ടാവൂന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളിത് മുറിക്കാൻ വേണ്ടിട്ട് പോയി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ഉണ്ടാവില്ല ഇക്കൊല്ലം. എന്താണ്ടോ എന്റെ കുഞ്ഞുണ്ണി എടുക്കണ കണ്ടില്ലേ, കണ്ടാ മഴ ഇടിമുഴങ്ങണുണ്ട് കേട്ടോ. അപ്പൊ വേഗം ബിരയും കൊണ്ട് ഓരോ പണികൾ ചെയ്യിപ്പിക്കട്ടെ. ബാമുട്ടി സുനിയെ കൊണ്ടിരിക്ക ബാ. വിറക് മുകളിൽ കൊണ്ടുവച്ച വിറക് നനയില്ല സാധനമേ. കാരണം ടാർപ്പായിട്ടാ ഏട്ടോ. എന്താ പപ്പുവിന് പുറത്ത് പോകാനാ ഇനി മഴ വരുന്നത്. മുകളിൽ മല്ലിമുളകുണ്ട്. മല്ലിമുളക് മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ടേ. നിക്കട്ടെ നിക്ക്. ഇതൊന്ന് ഇതാ ഇവിടെ മതി. ഇനി ഇതിന്റെ മുകളിക്കാ ഇതും കൂടി ഈ വണ്ടിയുടെ ഈ കവറും കൂടി കൊണ്ട് ഇടും. ഇവിടെയാണ് ഇങ്ങനെ വീണത്. അങ്ങോട്ട് ഇടും. ഇത് ഈ കൊല്ലം മഴക്കാലം ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് ഇട്ടാൽ മതി. ഈ കൊല്ലം മഴക്കാലം ഇങ്ങനെ പോട്ടേലമ്മ. എല്ലാവരും ഇത് പൊളിച്ച് കളയാൻ പറഞ്ഞാൽ പൊളിച്ച് കളയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് പൊളിക്കൽ പോലെ അതിൻ്റെ പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിലേ ഒന്നും പറ്റില്ല. അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും നമുക്കിത് മൊത്തം പൊളിച്ച് കളയാം കേട്ടോ. പൊളിച്ച് കളഞ്ഞിട്ട് അപ്പുറത്ത് വറകാലം ഉണ്ടാക്കുക. ഇപ്പോൾ പറ്റില്ല. പോവാ അടുത്ത് വയ്ക്കണ്ട. സുകന്യയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അച്ചു പോ. മേമ കുട്ടി ഒറ്റയ്ക്ക് പറ്റില്ല. പോ. നല്ലൊരു ടാർപ്പായ അതിൻ്റെ മുകളിൽ കൊണ്ടിട്ടു. കുറച്ചും കൂടി വലിക്കോ? മതി മതി. എങ്ങോട്ട് ഇങ്ങോട്ടോ? ഏത് അതങ്ങനെ ഇരുന്നോട്ടെ. അത് ഇവിടെ പൊട്ടുള്ളി എന്താണ്ടോ കീറി പോവും. നടുക്ക് ഒന്ന് വലിക്കട്ടെ. മതിയോ? ഇനി ഇവിടെ ഒന്ന് കെട്ടോ. അപ്പം അത് ഇങ്ങനെ ആയില്ലേ. അവിടെ അങ്ങനെ ഇരുന്നോട്ടെ. പറ്റില്ല. ഇതെങ്ങനെ വെച്ചാലില്ലേ അമ്മ, ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് വെള്ളം വീഴുകയാണ്. ഇതൊന്ന് പിടിക്കട്ടെ. ഈ കമ്പി പറ്റില്ല അല്ലേ. ഇത് ഇവിടെ നിന്ന് എടുത്ത് കളയേണ്ടി വരുമോ? ഇത് എടുത്തിട്ട് അങ്ങോട്ട് വെച്ചാട്ടാ. അച്ചു പിടിക്കണേ കൈ പോവും. അപ്പുറം പിടിക്കുമോന്നാ? പിടിച്ചിട്ടുണ്ട്. ആ കുട്ടീനെ അവിടെ പോയി പിടിക്കും. ഇത് ഇവിടെ ഇരിക്കണ്ട. പക്ഷെ എന്നാ ഇവിടെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്നത്. എന്നാ ഇതിന്റെ അടിയിൽ എന്തെങ്കിലും ഒന്ന് വെക്കും. എവിടെ നിന്ന് ഇങ്ങനെ നീളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തള്ളി നിൽക്കുമല്ലോ. ആ മതി. ഏത് മുട്ടിച്ചിട്ട് അവിടെ മുട്ടിച്ചിട്ടാ വെച്ചേക്കണേനി. ഓരോണ് എന്റെ മേത്തിൽ കൂടെ വീണാണ് ഞാൻ നിക്ക്. ഈ ചകിരി മഴ പെയ്യാൻ തീപ്പെട്ടി ചകിരി. ഏത് ആദ്യം നിങ്ങളെ ഈ വിറക് ഇങ്ങോട്ട് വെക്കി. ചകിരി അതാ നിക്കട്ടെ. ആ ടാർപ്പായ വെച്ചിട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ ചതില് പിടിച്ചറിയില്ല. എടുത്തു വെച്ച സൂനെ അണക്കും ഉണ്ടാവും. അത് ടാർപ്പായ
2 നല്ലൊരു ടാർപ്പായ മുകളിൽ വിറകിന് എടുത്തിട്ട് ഇതത് ഇട്. ഇതാവുമ്പോ പിന്നെ അങ്ങോട്ട് മോളിക്ക് എത്ര വേഗം ചെതല് പിടിക്കുന്നതെന്ന് അറിയമ്മ. ഇഷ്ടം ഇതില് ചെറുതിലായിട്ടല്ലേ അത് മൊത്തം ചെതല് പിടിച്ചു. അത് കൂടെ വന്നിട്ട് എടുക്കാലോ വിചാരിച്ചിട്ടാ. അപ്പുറത്ത് കൂടെ പട്ടത്തണ്ടേ ചിലപ്പോ തണുത്തു പോയാ എന്ത് ചെയ്യാ? തീപാടി ഞാൻ കടന്നിട്ടില്ലേ കത്തിണ്ട് നോക്കിയപ്പോ ഇന്നോട് ചീത്ത അറിയ എടുത്ത് വന്നിട്ട് ഞാൻ ശരിയല്ലേലമ്മ. അല്ലാതെ ഇത് മോളിക്ക് വെച്ചാലേ താഴെ എന്തെങ്കിലും ഒരാവശ്യത്തിന് ഇപ്പം ഇവിടെ ആട്ടുംപട്ടിയുടെ പോലെ ഇരിക്കുന്നല്ലേ. ആ മറ്റേതുകൾ എടുത്തിട്ടേ അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും നമുക്ക് ഷീറ്റ് ഇട്ടിട്ടുള്ള വറകാലം ഉണ്ടാക്കണം കേട്ടോ. അടുത്ത കൊല്ലാവുമ്പോഴേക്കും വറകാലല്ലെങ്കിൽ ഇത് ശരിയാവില്ല. ഇത് പൊളിച്ചിട്ട് കുറച്ച് വലിയ വറകാലം ഉണ്ടാക്കണം. അപ്പുറത്തൊന്നും നമുക്കിപ്പോ വറകാല ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത അടുത്ത കൊല്ലാവുമ്പോഴേക്കും നമുക്ക് നല്ല വറകാലം ഉണ്ടാക്കണം. അച്ചു ആ നീല എന്താ ഷീറ്റില്ലേ അതൊന്നും എടുത്തിട്ട് പോയോ? നീല ഒരു ഷീറ്റ് ആ റോൾ എടുത്തിട്ട് പോയോ? അതും കൊണ്ടൊരു ആവശ്യമുണ്ട്. ആ ചകിരിയല്ലേ ഇതവിടെ വെച്ചോളി. ഇതിന്റെ മുകളില് ഇതിന്റെ ഈ സൈഡിൽ വെക്കും. ആ മോളത്തെ ഷീറ്റ് ഒന്ന് എടുത്തിട്ട് പോയോ? ഏത് അത് പൊട്ടിച്ചിട്ട് അടുപ്പും കണ്ണിയിൽ വെക്കണം നാളേക്ക്. ഇത് എടുക്കാതിരിക്കാനുള്ള വർഗുകളാണ് ഇത് മഴക്കുള്ള. അതന്നെ ആ കത്തി എടുത്തിട്ട് പോയിട്ടാ ഏത് അത് കെട്ടണേക്കാട്ടിലും ഒന്നും കൂടി അങ്ങോട്ട് നീളത്തിൽ ഇത് ആക്കണേ. ഇതിങ്ങനെ നീളത്തിൽ കെട്ടാനേ ഈ ഭാഗമാണ് വെള്ളം വീണിട്ട് പോണതേ. പറ്റില്ലേ? ഇതിങ്ങനെ ആക്കുമ്പോൾ 2 വലിയ സൈഡാവില്ലേ? എന്നിട്ട് ഇങ്ങനെ അതിൽ വെക്കുക. എന്നിട്ട് വലിയ 2 മരത്തിന്റെ കഷ്ണം അതിക്കാണ്ട് വെക്കുക. അപ്പോൾ വെള്ളം പട്ടത്തണ്ട് വെച്ചാൽ പറ്റില്ലമ്മ. അമ്മയ്ക്ക് ഐഡിയ മനസ്സിലായിട്ടില്ല. ഇത് വീതിയിലാണ് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ്. ആയില്ലേ? മുറിക്കും. നല്ല പെരുമഴ വരുന്നുണ്ട്. ഇവിടേക്കും ഇങ്ങോട്ട് കുറച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടേക്കും ചീറ്റാലടിക്കില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണേ. നിങ്ങൾക്ക് അനിയേട്ടൻ എന്നിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. എത്ര എന്താ അനിയേട്ടൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ ഇത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇങ്ങനെ കെട്ടണല്ലേ? ഇങ്ങനെ കെട്ടിയാലാണ് കാറ്റത്തേട്ടാ ഇവിടെ ഇങ്ങനെ കെട്ടണോ? ഞാൻ കൊറേ ദിവസമായിട്ട് അത് വിചാരിക്കണു. ഇന്നപ്പല്ലേ അനിയേട്ടൻ പിടിച്ച പിടിയാതെ നീപ്പിച്ചതാണേ. കുറച്ചേട്ടെ പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മഴ. കയറൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ശരിയാക്കി തരാം. ഇതൊന്നും പറഞ്ഞറിയില്ല. മഴ സമയമാകുമ്പല്ലേ പുറത്തിറങ്ങിയിട്ട് വിറക് പൊറുക്കാനും പറ്റില്ല. ഈ കത്തി കൊറേ കാലം കാണാണ്ട് എവിടെ ചാത്തപ്പ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ അതേപോലെ തൂങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നില്ലമ്മ. ഞാനേ ഈ വിറകൊന്ന് പെറുക്കിയിട്ടേ അടുപ്പം കണ്ണിയിൽ വെച്ചിട്ടില്ലെങ്കിലേ അതവിടെ ഉണ്ട് വിറകേ പൊട്ടിക്കാനുള്ളതേ. അമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് നീളത്തിലിടും. ഇതില്ലേ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ നീളത്തിലിടും. അങ്ങനെ 3 പ്രാവശ്യം ഇടുമ്പോഴേക്കും അത് ഫുള്ളാവും.
അപ്പൊ ഞാൻ ഇതിന്റെ അളവ് എടുക്കുമ്പോ നമുക്കറിയില്ല ഇത് അപ്പൊ ഇതിന്റെ അളവ് തന്നെ അതിക്ക് വരിക നോക്ക് കുറച്ച് നോക്ക് അച്ചു. ഞാനത് ഇതെവിടേക്കാ ഇടും കുറച്ച് ഇത് വേണം ഇപ്പോഴോ മതിയോ? ആ ഇതാണ്ടോ അങ്ങോട്ട് ഇറങ്ങിയേ കുറച്ചിങ്ങോട്ട് ഇത്രേ വേണ്ടുള്ളേ അങ്ങനെ ഒരു 3-4 ഇടാനാണേ. എന്താ കേട്ടോ നിങ്ങൾ ഇന്നെ പറയുന്നത്? 3 ആക്ക് കെട്ടാ വേഗം വേഗം അതേപോലെ ആക്കും. ഇത് പിടിക്കച്ചു. എന്നാ ഇത് പിടിക്ക് ഇത് പിടിക്ക് ഇത് പിടിക്ക് ഇത് പിടിക്ക്. ആദ്യം ഇത് പിടിക്ക്. അങ്ങോട്ട് നീളം പിടിക്ക്. ആ പനയുടെ ചോട്ടിലുണ്ട് ഇഷ്ടം അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇവിടെ പിടിക്കണേ ഇവിടെ പിടിക്കണേ എവിടെയെങ്കിലും ഒരോടെ പിടിക്ക്. എന്താ ഒന്നും പിടിക്കേ. മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുപ്പിൽ എന്ത് വെച്ചിട്ടും കാര്യമില്ല. കത്തി കിട്ടണമെങ്കിൽ ഉണങ്ങിയ തന്നെ വേണം. ഇത് അവിടെ പിടിക്ക്. മഴ ഇവിടെ പിടിച്ചാ ഇവിടെ പിടിച്ച എങ്ങനെ പിടിച്ചാ ഇവിടെ പിടിച്ചാ എന്താ കുട്ടി വെച്ചാനല്ലോ അഞ്ഞ് അവിടെ വെക്കാം അവിടെ വെക്കാം അവിടെ വെക്കാം. എത്ര എണ്ണം 2 മതിയോ? 2 പോരാ 3 വേണ്ടി വരും. കഴിഞ്ഞു കേട്ടോ. ഇനി പുറത്ത് കൂടെ അതീനിയും വന്നു ഇതിന് പണിയെടുക്കുക തന്നെ. പണി അമ്മ എൻ്റെ അടുത്ത് പണിയെടുക്കണ്ടെന്ന് അവൻ പണിയെടുക്കത്രേ. എന്നാ വേഗം ചെയ്യ്. എടാ വാണ്ടർ ഉണ്ണി ആ ചകിരി അങ്ങോട്ട് വെക്കാനെ ഇങ്ങോട്ട് എന്ത് എവിടെ ഏട്ടൻ അമ്പലത്തിൽ പോയി. ആ ഏട്ടൻ നേരത്തെ മഴ വരുന്നുണ്ട്. ഇനിയിപ്പോ കുളിക്കാണ്ട് ഏറ്റാ ഇതെവിടെ വെക്കുക? പിടിച്ചു. മഴ പെയ്ത് കഴിഞ്ഞിട്ട് എടുക്കാം. പൊന്നുഷേ പിടിക്കണം. അത് ഇതായിട്ടൊരു ഓട്ടോ കൊടുക്കാം. ഓട്ടോ കൊടുത്തിട്ട് ഇതേ വീട്ടിലത്തെ അമ്മ പണിയെടുക്കണോടത്തല്ലേ കൊണ്ടുവന്നതാണ് കേട്ടോ. നമുക്ക് തേക്കണ സമയത്തൊക്കെ മട്ടിയും കാര്യങ്ങളൊക്കെ പോകുമ്പോ ഇത് കൂടെ ആക്കാന്ന് വിചാരിച്ചിട്ടേ. വെറുതെ എത്രയെന്നറിയോ കേട് വന്ന് അയ്യോ 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 അയ്യോ. പിടിച്ചോ. അത് വേഗം വേഗം എല്ലാം പാടാണ്ട് ഇതാക്ക്. നല്ല കാറ്റ് വരുന്നുണ്ട്. മൊറം ഇവിടെ വാ. ഇവിടെ പിടി. ഈ സൈഡ് പിടി. വേഗം പിടിക്ക് വന്നാ പിടിക്കിൻ. മുളക് മല്ലി എവിടേക്ക് എടുത്ത് വെച്ച്? സുകന്യേ മുളക് മല്ലി എവിടേക്ക് എടുത്ത് വെച്ച്? ഉണങ്ങിയതാണേ. അവിടെ ഉണ്ണിയാ മാറ്റടാ. അവിടത്താ നേരെ പ്രതികേക്ക്. സുകന്യേ മുളക് മല്ലി എവിടേക്ക് എടുത്ത് വെച്ച്? മഴ പെയ്താല് നനയില്ലടി. ഇങ്ങനെ കൂട്ടി പിടിച്ചേ. ഒരു വർഗിനെ പുറത്തല്ലേ ഇട്ടക്കണ്. അതെടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണം. ഉള്ളിക്കിട ഉണ്ടായിരുന്നടാ. അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എന്താ കാര്യം അല്ലേട്ടാ? ഇവിടെ കത്തിപ്പോട്ടെ. വേഗത മഴ ചാർന്നോട്ടോ. ഞാൻ അവിടെ വിറകെ ഒരു കെട്ട് വെച്ചിട്ടുണ്ട്. അത് എടുത്തിട്ട്
പൊട്ടെ 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 കിട്ടാ. ആ നിനക്ക് വലിക്കില്ല പിടിച്ചാ മതി. ആ കൈമാറ്റി. ആ എന്നാ അച്ഛൻ അപ്പുറത്ത് പോക്കാ. അല്ല കിച്ചു അപ്പുറത്ത് പോ. എന്നാ കിച്ചു ഇവിടെ പിടിച്ചു കേട്ടാ. ആ അതുകൊണ്ടില്ലേ കുറച്ചാട് വലിച്ചോ. ആ കിച്ചു അടുത്തടുത്ത് ഇതാകണ ഇവിടെ ഉണ്ടോന്ന് പിടിച്ചോ. ആ ഇതിൻ്റെ മേലേക്ക് കയറ്റിട്ടോ. അങ്ങോട്ടില്ലേ. ആ എന്നാ അടുത്ത എന്നാ കിച്ചത് ഇവിടെ പിടിച്ചോ. അത് കാറ്റത്ത് പറന്നുകൊണ്ട കയറ്റിക്ക. കിച്ചത് പിടിച്ചോട്ടോ. അതവിടെ കത്തി പോട്ടെ ഉണ്ണി കേട്ടോ. ആയില്ലേ. എന്നാ കുറച്ചും കൂടി കയറ്റിയ വേണ്ടേ. അപ്പൊ അച്ഛതെന്താ ഉയരം കൂട്ടിയോ? എങ്ങോട്ട് കയറ്റിന്? കയറ്റി ഇങ്ങോട്ട് ഇവിടെ ഇങ്ങനെ കൂട്ടി പിടിക്കേ. പിടിച്ചോ. എങ്ങനെ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക്. ആയില്ലേ. ഇതിന്റെ മുകളിൽ വെക്കാൻ പുറത്തേക്ക്. ആ അങ്ങനെ ആയിക്കോ. എന്തായില്ലട്ടാ ഇതെന്താ ഇതങ്ങനെ ഇങ്ങോട്ട് കേറി. ആ ഇപ്പൊ മഴ ചാറിയും കൊണ്ടിരിക്കാൻ തുടങ്ങിട്ടാ. കുറച്ച് അതിന് മേലെ കയറ്റിട്ടോ എന്നാലേ കാര്യമുള്ളൂ. അയ്യേ എന്തിനാ അത് ഇങ്ങോട്ട് എടുത്തിട്ട് മേലെ കയറ്റിട്ടോ. ഇങ്ങോട്ടല്ലേ കനമ്പാണ്ട്. ഇനി കയറോ. ഇതാ ഇവിടെ വാ എവിടെ ഇങ്ങോട്ട് വരും നിങ്ങളാദ്യം. അത് കെട്ടാൻ പോവാണേ. കയറൊക്കെ 3 ഇല്ലെങ്കി പിന്നെ ഇത് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നീക്കിയിടണം കേട്ടോ. അങ്ങോട്ട് മാത്രല്ല ഇങ്ങോട്ട് വലിക്കുമ്പോ നീക്കിയിടണേ. അങ്ങോട്ട് വലിക്കണം. ഇവിടെ അല്ലെങ്കിൽ കാണാത്ത പോലെ ഇവിടെ അങ്ങോട്ട് കാണാത്ത രീതിയിലാക്കിയാൽ മതി. ഒരു ഭാഗം തുറന്നിട്ടിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഈ എന്തിനാ സുകന്യ മഴച്ചാലോളാണ്. യെസ് അങ്ങോട്ട് നീട്ടിയിട്ട് കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. ബാക്കിയൊക്കെ അനിയേട്ടനറിയാം. ഞാൻ എന്നെ വേണം വെച്ച എന്താ ചെയ്യലേ. എന്നാ മറ്റേത് കുറച്ചങ്ങോട്ട് നീക്കും. ഇതെന്താ ആയോ? ഒപ്പം വെച്ചാ മതി. ആയില്ലേ? നീ ആക്കണ്ട. കയറുണ്ടോ? ഇവിടെ കയറുണ്ടോ? ഒന്നുള്ളൂ. എങ്ങനെയുണ്ട് നമ്മുടെ വിറകാല? ഇവിടെ കയറില്ല. എന്താ കയറോ? അവിടെ എവിടെ ഒരു ചുരുട്ടിയിട്ടുണ്ടായിരുന്നേ. കൊറേ ദിവസമായിട്ടത് അവിടെ ഉണ്ടാ. തുണികളൊക്കെ എടുത്ത് വെച്ചോ. ഇനി അവിടെയും കൂടി ഒന്ന് വൃത്തിയാക്കണം അല്ലേ? അവിടെ വൃത്തിയാക്കാട്ടോ. ഓരോ അതല്ലേ അതുണ്ടായിട്ടാണ്. ഇത് എങ്ങനെ എടുക്കുന്നത്? ഇത് തല എവിടെ വെച്ചിട്ടാണ്? ഇത് വേണോ? ഇതും കൊണ്ട് സുകന്യേ ചായ വെക്ക്. ചായ കാപ്പി കൂൾ ഡ്രിങ്ക്സ്. കട്ടൻ കാപ്പി മതി. അമ്മയുടെ നെയ്റ്റി അടിക്കാൻ കൊടുക്കില്ലേ അമ്മ?
ലേതാ ചേച്ചിയുടെ അടുത്ത് കൊടുക്കാനാ? അയ്യോ ഏ മോള്. ഇത് ഞാൻ 2 ദിവസമായി വിചാരിക്കണു ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാന്. മഴച്ചാറിൽ വെള്ളണ്ട അച്ഛമാ. നല്ല മഴ. അവരപ്പുറത്ത് മഴ കണ്ടോ. ഇപ്പത്തെ ശീതവും കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്താ അയ്യോ അവൻ നോക്ക് മഴച്ചാറിൽ കൂടെ പോയി കുഞ്ഞൻ. ഇതും കൂടി മഴച്ചാറിലെക്കട്ടെ. അല്ലെങ്കിലേ വിറക് വരെ നമ്മൾ ഞാൻ സൈഡാവും. അടിപൊളി മഴ. അടിപൊളി മഴ അറിയാം. അടിപൊളി മഴ കേട്ടോ. അവിടെ നിന്ന് പിന്നെ അവിടെ വിറകൊക്കെ ഉള്ളിലായില്ലേ? എല്ലോടായില്ലേ? വിറക് എല്ലോടും ഉള്ളിലായില്ലേ? വിറക് ഉള്ളിലായിട്ടോ. അമ്മയ്ക്ക് ഇങ്ങോട്ട് വരണമെങ്കിലോ? മഴ പോട്ടെ. വണ്ടിയുടെ ഉള്ളിൽ കയറിയിരുന്നോളേ. ഇനി അവിടുത്തെ ആ തേങ്ങയൊക്കെ എടുത്ത് മാറ്റിയിടണം കേട്ടോ. തേങ്ങ ഓരോടത്തേക്ക് ആക്കി ചാക്കിലാക്കി വെക്കണം. ഇനി മഴ പെയ്യുമ്പല്ലേ ഞങ്ങള് ഈ വിറകാല പൊളിച്ച് കളയണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലെന്താ ഓരോ പ്രശ്നങ്ങളെന്ന് അറിയോ? നമുക്ക് ഉള്ള സ്ഥലം നിങ്ങൾ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇത് വലിയൊരു സ്ഥലമായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ ഇത് ശരിക്കും അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ വീട് തന്നെ ഇരിക്കുന്നത് 3 സെന്റ് സ്ഥലത്താണ്. അതിൻ്റെ അപ്പുറത്ത് കുറച്ചൊരു സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഇത് വിറകാല പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരെ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ എത്ര വഴി. അപ്പോൾ ഇത് വീഡിയോയിൽ കാണുമ്പോൾ വലിയ സ്ഥലമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്ഥലമല്ല കേട്ടോ. കുറച്ച് സ്ഥലം. എവിടെ വലിയ സ്ഥലം? എത്ര വലിയ സ്ഥലം? 3 സെന്റ് സ്ഥലല്ലേ? 1/2 സെന്റ് സ്ഥലം. അപ്പൊ അല്ല എന്താ ഇങ്ങനെ കാണുമ്പോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കണ്ടോ അങ്ങനെ കാണിച്ചില്ലേ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു വെച്ചാല് ഇനി തറവാട് കഴിഞ്ഞ് കഴിഞ്ഞു വെച്ചാല് നമുക്കിവിടെ അനിയനൊരു വീടും വെച്ച് കഴിഞ്ഞു വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലമില്ല. അനിയന് വീട് വെച്ചാൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് വരും കേട്ടാ. അവിടുന്ന് ശരിക്ക് ഇങ്ങനെ ഇറങ്ങണതൊരു നമ്മുടെ അത്രയും അടുത്തേക്ക് വരും കേട്ടോ അവര്. അപ്പൊ അതുവരെയൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മഴയുണ്ടോ? എന്തായാലും നമുക്ക് 2-3 ദിവസം നല്ല ചൂടും നല്ല ഉഷാറ് വെയിലായിരുന്നു. അതിനൊക്കെ കിട്ടുന്നുണ്ട്. അയ്യോ തുറന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അതിനുള്ളിൽ കയറാം. വണ്ടിയിലൊക്കെ ഉണ്ടാ ഇടുക്ക് ജനലവിടെ നിന്ന് കിടക്ക്. ജനലവിടെ നിൽക്ക്. ഇടുക്ക് വാ മക്കളെ ഇങ്ങോട്ട് വാ. ജനലടക്കട്ടെ. ഇങ്ങോട്ട് വാ. പിച്ചിട്ടാ അച്ചടച്ചേരാ ഇങ്ങോട്ട് പോന്നു. ഇടിവെട്ടുമ്പോ ജനലവിടെ പോയിക്കണം. ഇന്നാണ് ശരിക്കും മഴ വരും പറഞ്ഞിട്ട് പൊരിഞ്ഞ് ചെയ്തിട്ട് മഴ പെയ്തത് അല്ലേ? അല്ലെങ്കിൽ മഴ ഇത്ര വേഗം പെയ്യലില്ല കേട്ടോ. അതുകൊണ്ട് എന്താണെന്നറിയോ വിറകൊക്കെ അവിടെ വെച്ചപ്പോ തന്നെ കുറെ സമാധാനമായി. എത്ര പട്ടുണ്ടായിരുന്നു സമാധാനം. വേറെ അബദ്ധം പറ്റി. വെള്ളം പിടിച്ചിട്ടില്ലല്ലോ. ഒക്കെ റെഡി ആക്കി. രാവിലെ മേടിച്ചല്ലേ? രാവിലെ ആരെ പിടിച്ച്? ഏട്ടൻ. അതിന് ഇന്ന് വെള്ളം പിടിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ജലനിധിയിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ജലനിധിയിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അതിപ്പോ ആവശ്യമുള്ളപ്പോഴേക്ക് തീരണാവോ? കറണ്ട് ഇല്ല. ടി വി കാണാൻ പറ്റില്ല. ഇടിവെട്ടുമ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ചിലപ്പോ ഇന്ന് അമ്മാതിരി ഇടിവെട്ടിയിട്ടുണ്ട് കേട്ടോ. കാറ്റ് വീശിയിട്ടില്ല. ഇനിയിപ്പോ എവിടെയൊക്കെ കറണ്ട് ഇല്ലാത്തത് എത്ര ദിവസം കറണ്ട് ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഇവിടെ പഞ്ചസാര ഇല്ല എന്ന് പറയുന്നത് പൊന്നൂസിനെ കാണാൻ പേടിച്ചിട്ട് പഞ്ചസാര എടുത്ത് ഡപ്പയിലാക്കി വെക്കുകയാണ് കേട്ടോ. ഇപ്പം വന്നു കഴിഞ്ഞു വെച്ചല്ലേ പഞ്ചസാര എടുക്കുക അമ്മ വായലില്ലേ എന്താ പലഹാരം തിന്നണ പോലെ കുത്തി തിന്നുന്നത്. നല്ല രസമായിരിക്കും കുറച്ച് കേട്ടോ. അപ്പൊ നമുക്ക് വിശേഷം നിർത്തിയാലോ? വെടി വെട്ടണം കേട്ടോ. അപ്പൊ വിശേഷം നിർത്താം. നിങ്ങളുടെ അവിടെ മഴ പെയ്തോ?
മഴ മഴ പെയ്യുന്നതും കൂടെ കുഴപ്പമില്ല, ഇടി വെട്ടുമ്പോഴാണ് ഭയങ്കര പേടിയില്ലേ. അതെ. എന്തോ ഒരു പേടി വെച്ചിട്ടാ. അപ്പോൾ പുറത്തേക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ, പ്രവാസിയായ കൂട്ടുകാർക്കൊക്കെ മഴ കാണാൻ ഭയങ്കര ഒരു കാണിച്ചില്ലേ. അപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ നാളെ കാണാം.